അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പുതിയ OP കെട്ടിട നിർമ്മാണോദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ ആയുഷിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ നമുക്ക് ഹോമിയോ ഡയറക്ടറേറ്റിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇത്രയും നാളുകൾ സ്വന്തം കെട്ടിടത്തിലല്ല ഹോമിയോ ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ട്രെയിനിങ് ഇൻ ആയുഷ് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 14 നിർമ്മാണം പൂർത്തിയാക്കിയ ആശുപത്രികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ആയുഷിൽ. 11 ആയുഷ് ആശുപത്രികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും ഇവിടെ നടത്തപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഒട്ടനേകം പ്രവർത്തനങ്ങൾ ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ചരിത്രത്തിൽ ആദ്യമായി 252 തസ്തികകൾ സൃഷ്ടിച്ചു. 200 കോടി രൂപ ചെലവഴിച്ച് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കി. ഉടുമ്പൻചോലയിൽ പുതിയ ആയുർവേദ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം 250 സ്ഥാപനങ്ങൾക്ക് NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. അതോടൊപ്പം നമുക്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തപ്പെടുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി, പാരമ്പര്യ ഔഷധ പഠന കേന്ദ്രം കാപ്പുകാട്, കോട്ടൂർ, അത് മരുവിക്കര നിയോജക മണ്ഡലമാണ്. സർക്കാർ ആയുർവേദ ആശുപത്രി ചെറുവട്ടൂർ, കോതമംഗലം, സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി നായരമ്പലം വൈപ്പിൻ, സർക്കാർ ആയുർവേദ ആശുപത്രി അന്തിക്കാട് നാട്ടിക, സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി കിള്ളനല്ലൂർ. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിക്കുന്നത്. തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, തൃശൂർ ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ബീനാകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വാർഡ് മെമ്പർമാരായ സിദ്ധാർത്ഥൻ കളത്തിൽ, AV ശ്രീവത്സൻ, ജോബി CL, രാധാചന്ദ്രൻ, രാജീവ് സുകുമാരൻ, ആയുർവേദ ആശുപത്രി CMO ഡോക്ടർ ലിജ ജേക്കബ് എന്നിവർ സംസാരിച്ചു.